പൊട്ടിയ മൺചട്ടി, ഇതുപോലെ ചിന്നിയിട്ടുള്ള മൺചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കറി എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഒറ്റി പോവാറുണ്ട് ഗ്യാസ് അടുപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെള്ളാരം കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുക്കുക, അതിലൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഇടികല്ലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക, തെറിച്ച് പോവാതിരിക്കുക. അതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് അരിച്ചെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ശർക്കരൻ്റെ കുറച്ച് മതി കേട്ടോ, ശർക്കരനെ കത്തി യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായി വെള്ളാരം കല്ലിൻ്റെ പൊടിയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ മൺപാത്രം നന്നായി ഒന്ന് തുടച്ചിട്ട് എവിടേക്കാണോ ചിന്നി ഇരിക്കുന്നത് ആ ചിന്നിയ ഭാഗത്തൊക്കെ നന്നായി കൈകൊണ്ട് അമർത്തി അവിടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് കത്തിക്കുക. എന്നിട്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഗ്യാസ് അടുപ്പിൽ നിന്ന് നന്നായി ഒന്ന് പുക വരും. കാരണം ഈ ഒരു ശർക്കരയെല്ലാം തന്നെ മെൽട്ടായി വരുന്ന സമയത്ത് മെൽട്ടായി കരിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. ചൂടാറിയതിന് ശേഷം നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കൂ. ഒരല്പം പോലും തന്നെ വെള്ളം താഴോട്ട് പോകില്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നത് നന്നായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.